പക്ഷെ വരുന്ന വഴിക്ക് ഇവിടെ പിന്നെ ആനപ്പിണ്ടം കണ്ടു. ആദ്യമൊക്കെ എല്ലാ കൃഷിക്കാർക്കും തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പിടിച്ചെടുത്തു. പിന്നല്ലേ താഴല്ലോ നല്ല ഇടി കിട്ടും. അതെ. അപ്പോൾ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. പ്രൊട്ടക്റ്റഡ്. ഹാറ്റ്സ് ഓഫ് ടു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, സ്പെസിഫിക്കലി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ശരിക്കും ആന ഒരു ഇണങ്ങുന്ന ജീവിയല്ല. ആനനെ ഇണക്കുന്ന അല്ലെങ്കിൽ മെരുക്കുന്നതാണ്. ചായത്തോട്ടത്തിനിടയ്ക്ക് നിന്നിട്ട് ചായ കുടിക്കുക. ഞാൻ ഈ വാടിറ്റിൽ വന്നിട്ട് ഞാൻ വരുമ്പോൾ എപ്പോഴും ഈ മല കയറി വരാറുണ്ട് അല്ലേ? ഇവിടെ വരാൻ തുടങ്ങിയിട്ട് സിൻസ് 2022 ജാനുവരി. അന്നൊരു ടീം ഔട്ടിംഗ് ആയിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ ഇടക്കിടക്ക് വരും. സൺസെറ്റ് ഒക്കെ ഇവിടെ പിടിച്ചിട്ട് ഒരുപാട് നല്ല വ്യൂവും നല്ല ക്ലൈമറ്റും. ഇത് കുറിച്യാർ മലയല്ലേ? ഇതൊക്കെ പിന്നെ പ്രൈവറ്റ്. ഇതെല്ലാം ഹാരിസൺസ് മലയാളത്തിന്റെ ടീ പ്ലാന്റേഷൻ. നേരെ അങ്ങോട്ട് വരുന്ന വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഭാഗമായിട്ടില്ല കുറിച്യാർ മല. ഇത് പിന്നെ ഫോറസ്റ്റ് ആണ്, അങ്ങോട്ടും ഫ്രീ അല്ല. നല്ല കാടിനെ ആസ്വദിക്കാം. പക്ഷെ ഇങ്ങോട്ടൊന്നും ഞാൻ ഇത്രയും കാലം വന്നിട്ട് ഒന്നും കണ്ടിട്ടില്ല വരുമ്പോൾ ഒന്നും. പക്ഷെ വരുന്ന വഴിക്ക് ഇവിടെ പിന്നെ ആനപ്പിണ്ടം കണ്ടു. ഇവിടെ വൈൽഡ് ലൈഫാണ് ഉണ്ടാവാം, പക്ഷെ പകൽ ടൈമിലോ അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ അങ്ങനെ ശല്യമായിട്ടോ ഉണ്ടായിട്ടില്ല. ഞാൻ ഇത്രയും കാലം വന്നപ്പോഴൊന്നും രാത്രിയിലൊന്നും അങ്ങനെ വരാറില്ല. പിന്നെ ഫോറസ്റ്റ് പിന്നെ അവരുടെ ഗാർഡുമാര് ഇടയ്ക്കിടയ്ക്ക് വാച്ചർമാര് ട്രോളിങ് കാര്യങ്ങളൊക്കെ റെഗുലറായിട്ടുണ്ട്. അങ്ങനെ വേറെ ശല്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് അവരുടെ ടെറിട്ടറിയിലേക്ക് പോകാറുണ്ട്. അതേപോലെ വൈകുന്നേരം സൺസെറ്റിന്റെ ടൈമിൽ ഇവിടെ നല്ല സൺസെറ്റ് ആസ്വദിക്കും. അത് കഴിഞ്ഞ ഒരു 6 മണിയാകുമ്പോഴേക്കും അവരുടെ സമയമാകുമ്പോഴത്തേക്ക് അവരുടെ ശല്യപ്പെട്ടു. എനിക്ക് തോന്നുന്നുണ്ടല്ലോ, അപ്പൊ ഇത് നമ്മൾ ഇപ്പോൾ കുറെ കാലമായിട്ട് കേൾക്കുന്നതാണ് ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് വയനാട്ടിൽ പ്രത്യേകിച്ച് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്താ പറയുക, ഇതിപ്പോ നമ്മൾ ഇത്ര സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്, ഇത് നമ്മൾ അവരുടെ ടെറിട്ടറിയിലേക്ക് പോകുന്നതുകൊണ്ടാണോ അതോ പിന്നെ ഇവരുടെ എണ്ണം പെരുകിയോണ്ടാണോ? കുറെ കാര്യങ്ങളുണ്ട്. ഇത്ര കണ്ട് സോഷ്യൽ മീഡിയ ഇതൊന്നും ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് കോമൺ ആയിട്ട് ഇപ്പൊ ഒരു ചെറിയൊരു സംഭവം നടന്നാൽ വരെ മൊത്തം ഓൾ ഓവർ വേൾഡ് ഇതറിയാം. അതിന്റെ ഒരു ഘടകം. പിന്നെ ഈ പറഞ്ഞ കൊറോണയ്ക്ക് ശേഷം കുറച്ച് ഫ്രീസ് ആയിട്ട് നിന്ന ടൈമിൽ കുറച്ച് എണ്ണം പെരുകയും പിന്നെ ഈ കുറേ മുന്നേ ആദ്യമൊക്കെ എല്ലാ കൃഷിക്കാർക്കും തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പിടിച്ചെടുത്തു. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഒരു ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആക്ട്, ഇതിന്റെ നമ്പർ ഒന്നും അറിയില്ല, പക്ഷെ ഇത് നമ്മുടെ രാജ്യത്ത് വളരെ ഫലപ്രദമായിട്ട് പിന്നെ എന്താ പറയുക അധികാരികൾ അപ്ലൈ ചെയ്തിട്ടുള്ള കൺട്രിയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ. ഇപ്പൊ ലാസ്റ്റ് കുറച്ച് മുന്നേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആള് സൽമാൻ ഖാൻ ഒരു മാനിനെ വെടിവെച്ച കേസിൽ പിടിച്ചാത്തില്ല. അപ്പൊ അത്രയും ഇൻഫ്ലുവൻസും അത്രയും പണവും ഇതുള്ള ആൾക്ക് വരെ പിന്നല്ലേ താഴല്ലോ നല്ല ഇടി കിട്ടും. അതെ, 10-30 വർഷം മുന്നത്തെ സിറ്റുവേഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ ഇപ്പൊ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. ഹാറ്റ്സ് ഓഫ് ടു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, സ്പെസിഫിക്കലി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിട്ടുണ്ടാവും? ഇപ്പൊ ഇവരൊന്നും സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ എന്തായിട്ടുണ്ടാവും? വളരെ ആക്റ്റീവ് ആണ്. പോച്ചേഴ്സിന്റെ കഥകളൊന്നും കേൾക്കാൻ പോലും ഇല്ല. അങ്ങനത്തെ കഥകളൊന്നും കേൾക്കാൻ പോകുന്നില്ല. അതിന്റെ ഒരു അനന്തരഫലം, അത് ഗുണവശമുണ്ട് ദോഷം വശമുണ്ട്. ഗുണവശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വയനാട്ടിൽ വരുമ്പോൾ ഡ്രൈവ് പോകുന്ന, പണ്ടൊക്കെ ഒരു 5-8 വർഷം മുന്നേ പോകുമ്പോഴൊക്കെ അപൂർവമായിട്ട് ഒരു ആനയെ കാണുകയുള്ളൂ. ഇപ്പൊ നമ്മൾ എപ്പോ പോയി കഴിഞ്ഞാലും എലഫന്റ് സൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആനകളുടെ എണ്ണം, ഞാനിപ്പോ ആനകളിലേക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് പറയാണ്. ആനകളെ പോലെ തന്നെ ബാക്കി മൃഗങ്ങളും ആവശ്യത്തിന് കൂടുതൽ നമ്മളെ വനങ്ങളിൽ കൂടിയിട്ടുണ്ട്. ടെറിട്ടറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അധികരിച്ചിട്ടുണ്ട്. ആനയുടെ കാര്യം പറഞ്ഞു വരുമ്പോ നമ്മള് പിന്നെ എങ്ങനെ പോയിട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോ നാട്ടിൽ ആനന്റെ അടുത്തേക്ക് എത്തേണ്ടി വരും. ഇപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കാട്ടിലാന ഓക്കെ, അത് ഇവിടെയൊക്കെ ഓരോ അറ്റാക്കും ഇതൊക്കെ നടത്തുന്നുണ്ട്. അത് അതിന്റെ എന്താ പറയാ ഫിറ്റസ്റ്റ് ഓഫ് ദ സർവൈവൽ, അല്ലെങ്കിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അത് കാട്ടിന്റെ നിയമം, അത് നടന്നു പോകും. അത് നടന്നു. പക്ഷെ ഇപ്പൊ നാട്ടിൽ നടക്കുന്നത് എന്താണ്? നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പിന്നെ ശരിക്കും ആന ഒരു ഇണങ്ങുന്ന ജീവിയല്ല. ഇണക്കുന്ന അല്ലെങ്കിൽ മെരുക്കുന്ന മെരുക്കുന്ന സ്ഥലം ആന ഇണക്കാൻ പറ്റില്ല. എന്താ ആനനെ ഇണക്കാൻ പറ്റില്ല. ആന മെരുങ്ങുള്ളൂ. മെരുങ്ങുള്ളൂ. ആനനെ അടിച്ചും കുത്തിയും ആനനെ പീഡിപ്പിച്ചും പേടിപ്പിച്ച് വരുതിക്ക് നിർത്തുന്ന മൃഗമാണ് ആന. പേടിപ്പിച്ച് അങ്ങനെ തന്നെ പേടിപ്പിച്ച് വരുതിക്ക് നിർത്തുന്ന മൃഗമാണ് ആന. തീർച്ചയായും. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഇഫ് യു ലുക്ക് അറ്റ് ദി ഹിസ്റ്ററി, നമ്മളിപ്പോ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത കുറെ ആനിമൽസ് ഉണ്ട്. ഇപ്പൊ പശു, ആട്, പൂച്ച, ഇതൊക്കെ പണ്ട് കാടുകളിൽ വസിച്ചിരുന്ന ജീവികളാണ്. പക്ഷെ നമ്മള് വീടുകളിലേക്ക് അതിനെന്താക്കി കൊണ്ടുവന്നു. കുറേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അവർ മനുഷ്യരായിട്ടുള്ള സഹവാസം തുടങ്ങി. അവരുടെ വരുന്ന ജനറേഷൻ മുഴുവനും എന്താണ്, പിന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണ്. നോർമലി ദേ ബിക്കേം ഡൊമസ്റ്റിക്കേറ്റഡ്. അപ്പൊ അതുങ്ങൾക്ക് ഇനി തിരിച്ച് കാട് കയറാൻ പറ്റില്ല. എലഫൻസ് അങ്ങനെയല്ല. എലഫൻസിനെ സംബന്ധിച്ചിടത്തോളം കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ആന 45-50 വർഷമൊക്കെ ജീവിക്കുന്ന പറഞ്ഞേക്കാം. ഓക്കെ, അപ്പൊ അതിനെ പറ്റി നിങ്ങൾ അത്യാവശ്യം നല്ലോണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആനപ്രേമിയാണ്. എനിക്ക് ഇഷ്ടമുള്ള ജീവിയാണ്. ഓക്കെ, അപ്പൊ ഒരു 10, 45, 50 വർഷം ജീവിക്കുന്ന ഒരു ജന്തുവിന് അടുത്ത ഓഫ് സ്പ്രിങ് അല്ല അടുത്ത തലമുറ, പിന്നെ കുറെ തലമുറകളോളം മനുഷ്യന്റെ കൂടെ തന്നെ ജീവിച്ച് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല. അതൊന്നും. ഓക്കെ, പിന്നെ ഈ ആനനെ ഞാൻ പറഞ്ഞല്ലോ മെരുക്കി നിർത്തുന്നതാണ്. മെരുക്കി പേടിപ്പിച്ച് നിർത്തുന്നതാണ്. അതിന്റെ ഒരു വൈൽഡ്നെസ് എപ്പോഴും ഇതിന്റെ മൈൻഡിൽ ഉണ്ടാവും. കാരണം അത് അതിന്റെ ശരീരം അതിനറിയില്ല, ആനന്റെ ശരീരം അതിനറിയില്ല, ആനയുടെ വലിപ്പം അതിന് അറിയില്ല എന്ന് പറഞ്ഞു വെക്കാലോ. ഇത് പക്ഷെ ചില സമയത്ത് അതിന് കിട്ടുന്നതാണോ? ചില സമയത്ത് അതിന് കിട്ടും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടില് നമ്മൾ കാട്ടാനെ കണ്ടിട്ടില്ലേ? കറുത്ത കാട്ടാനെ കണ്ടിട്ടുണ്ടോ? നമ്മള് ബ്രൗൺ കാട്ടാനെ മാത്രമേ എപ്പോഴും കണ്ടിട്ടുള്ളൂ. ഇതിന്റെ ദേഹത്ത് എപ്പോഴും പൊടിയും അരിയിട്ട് അങ്ങനെ ആന നിൽക്കുക. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ വെള്ളത്തിലൊക്കെ അങ്ങനെ കളിച്ചിട്ടും നമ്മള് കണ്ടിട്ടില്ല. അതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് വേർപ്പ് ഗ്രന്ഥികളില്ല മനുഷ്യനെ പോലെ. അപ്പൊ ആനന്റെ രോമങ്ങള് നമുക്കൊക്കെ വേർക്കില്ല. ആന ശരീരം തണുപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന വഴിയാണ് ചെളി മേത്ത് വാരിയിടുക, പൊടി വാരിയിടുക. ഇങ്ങനെയാണ് ശരീരത്തെ തണുപ്പിക്കുക. നമ്മൾ ഈ പാവം ജന്തുവിനെ പിടിച്ചോണ്ട് വന്നിട്ട് ലക്സൊക്കെ തേച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെയിലത്തൂടെ നടത്തി ഈ അമ്പലത്തിലൊക്കെ കൊണ്ടു നിർത്തി ഇതിന്റെ മേലെ പിന്നെ വലിയ ഭാരം വെച്ച് കെട്ടി നെറ്റിപ്പൊട്ടൊക്കെ തൂക്കി ആനയോട് ചെയ്യുന്ന കൊടിയ പീഡനമാണ്. ആനവാൽമോതിരൊക്കെ കിട്ടും, ആനന്റെ കൂടെ പറിക്കാൻ പോകും. അതൊക്കെയാണ് വലിയ അതൊക്കെ വലിയ കാര്യമാണ്. അതൊക്കെ ഓരോരോ വിത്തുകൾ, ഇതിലൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ജന്തുവിനോട് ചെയ്യുന്ന ഭയങ്കരമായ വലിയ ക്രൂരതയാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ നല്ല പൊരി വെയിലത്ത് നമ്മളെ കമ്പിളി പുതപ്പിച്ച് കൊണ്ടുനിർത്തി എങ്ങനെ ഉണ്ടാവും? അതേ അവസ്ഥയാണ്. വേർപ്പ് ഗ്രന്ഥികളില്ല. ഇതിനെ തണുപ്പിക്കാനുള്ള ആകെ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിനകത്ത് പോവുക, ചെളി വാരി മേത്തുക. അതേപോലെ തന്നെ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പതച്ച താർട്ട റോട്ടിലൂടെയാണ് ഇതിനെ നടത്തിക്കുന്നത്. അതിനുവേണ്ടി ഡിസൈൻ ചെയ്ത കാലല്ല എന്റെ ആനന്റെ കാല് ഭയങ്കര സോഫ്റ്റാണ്. സോഫ്റ്റാണ്. അത് ഈ കാട്ടിക്കൂടെ ചെളിയും ഈ കൊച്ചുകല്ലും പുല്ലും ചവിട്ട് നടന്ന് പോകാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കാലാണ്. പിന്നെ ആനയ്ക്ക് വല്ലാണ്ട് വേദന എടുക്കും, അതറിയോ? ആനയുടെ ദേഹത്ത് ചെറിയൊരു കുത്തു കൊടുത്തപ്പോൾ ആനയ്ക്ക് ഭയങ്കര വേദന. അതല്ലേ ആനന്റെ പിന്നെ രോമം പിടിച്ച് വലിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വാലിന്ന് പിടിച്ച് വലിച്ചിട്ടുണ്ട്, അത് ഇതാവെന്ന് പറയുന്നത്. ആ ആനയാണ് നമ്മൾ തോട്ടിയൊക്കെ വെച്ചിട്ട് കുണക്കാനെ പിന്നെ ആനയുടെ മതപ്പാട്, ഇതിനെ കുറിച്ച് അറിയോ? പിന്നെ ആനയുടെ ശരീരത്തില് എല്ലാ വർഷവും അതിന്റെ ഫ്രീക്വൻസി ഞാൻ പറഞ്ഞു, എന്റെ അറിവിൽ വർഷാവർഷമാണ്. പിന്നെ മെയിൽ ഇതിന് പിന്നെ എന്താ പറയുക ടസ്കേഴ്സിന്, കൊമ്പനാനയ്ക്ക് വർഷാവർഷം ഇങ്ങനെ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടും. ആ കൂടുന്ന സമയത്ത് ഒരു മതപ്പാട് ആനയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഈ ഗ്രന്ഥികളോട് തൊലിക്കും. ആ സമയത്ത് ആന ഭയങ്കര എങ്ങനെയൊക്കെ അത് മേറ്റ് ചെയ്യണം, അതിന്റെ ഇണയെ കണ്ടെത്തണം. ഇതാണ് എന്റെ ലക്ഷ്യം. കാട്ടിലാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ട്. നാട്ടിൽ ഈ ജന്തുവിനെ പിടിച്ച് കെട്ടിയിട്ട് പിന്നെ എന്തൊക്കെയോ ഇവര് ചെയ്യുന്നു പറഞ്ഞേക്കാം. പിന്നെ ഭക്ഷണം കുറച്ച് കൊടുക്കുക, വെള്ളം കുറച്ച്, അപ്പൊ അതിന്റെ അഗ്രസീവ്നെസ് ഒക്കെ കുറച്ചിട്ട് ഇത് തീരുന്നതിന് മുന്നേ തന്നെ ഇതിനെ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകുക. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ആന വൈൽഡ് ആയില്ലെങ്കിലുള്ള അക്രമവാസന കാണിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ എത്ര ആളുകളെ ഇതിപ്പോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ടും എന്താ നമ്മളെ സിസ്റ്റവും കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് കുറെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. അത് കുറെ ആളുകൾ അതിനെ പൈസയായിട്ടും ഇതായിട്ടും മുതലാക്കാൻ വേണ്ടിയിട്ടില്ല. അത് വേറൊരു ഇറ്റ്സ് ഓൾ ബിസിനസ്. പക്ഷെ ഇത് ബിസിനസ് ആണ്. പിന്നെ പണ്ടൊക്കെ അമ്പലങ്ങളിൽ മാത്രമായിരുന്നു. ഇപ്പൊ മറ്റേ അതായിരുന്നു ഏറ്റവും വലുത് എന്ന് കാണിക്കാനും നമ്മളുടെ ഒരു പോരിമ കാണിക്കാനും ഓരോ പിന്നെ എന്താ പറയാ ഓരോ തറവാട്ടുകാരായിരിക്കും നടത്തുന്നത്. അതിനൊക്കെ അല്ലേ പിന്നെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കൊമ്പനാനെ കൊണ്ടുവരിക, ഏറ്റവും വലിയ പിന്നെ കതിനകൾ പൊട്ടിക്കുക. ഇന്ന് അതിനൊക്കെ ടെക്നോളജി എത്ര വളർന്നു. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ
നല്ല ചൈന എന്നല്ല, നല്ല കിടുക്കാച്ച ആനകൾ, ഇതിനെക്കാട്ടും നല്ല ഡബിൾ സൈസ് ഉള്ള ആനകളും ഇതേപോലൊക്കെ നിൽക്കാനും ഉണ്ട്. ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ആളുകളുടെ ജീവൻ വെച്ചിട്ടാണ്. പിന്നെ 10-16 ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലത്ത് ഒരു വന്യജീവിയെ കൊണ്ടുപോയി അതിനെ പരമാവധി പീഡിപ്പിച്ച് കൊണ്ട് നിർത്തുക, ഇത് utter bullshit. അത് നിർത്തേണ്ട സമയമായി സത്യം പറയാൻ. അത് ഏതൊക്കെ വിശ്വാസത്തിന്റെ ഈ പേരിലാണെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ പേരിലാണ് ഇതൊക്കെ സിസ്റ്റം. അതുകൊണ്ടല്ല നമ്മുടെ സിസ്റ്റം ചേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടതല്ലേ. അതാണ് നമ്മൾ ഇവിടെ വിശ്വാസത്തോട് കെട്ടിപ്പണഞ്ഞുള്ള എന്ത് സംഭവങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ചേഞ്ച് വരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അത്ര ഈസിയായി നടക്കുന്ന കാര്യമല്ല. ബട്ട് സ്റ്റിൽ നമ്മളൊക്കെ റീതിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കുറെ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ കുറെ മാറ്റങ്ങളുണ്ട്. കുറെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ കുറച്ച് പിന്നെ അമ്പലത്തിലും കുറച്ച് ഇതിനകത്തൊക്കെ റോബോട്ടിക് അതിനെ കൊണ്ടുവച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ റോഡിലൊക്കെ നമ്മൾ ചില അതെ. പിന്നെ ലോറിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. അതെ. കണ്ടാ റിയലിസ്റ്റിക് തന്നെ, പക്ഷെ അടുത്ത് പോയി നോക്കി അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ മാത്രമേ നമുക്കിതും അതെ. ഉറപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരു ആനനെ കൊണ്ടുപോകുന്ന കാണുമ്പോൾ നമ്മളും ചോദിക്കും, അതെ. ഒരു ആനനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പാടുണ്ടോ? അതെ, പക്ഷെ അതെ. സംഭവം റോബോട്ടിക്കാ. അതെ. അങ്ങനെ കണ്ടിട്ട് ഞാൻ ചോദിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ശരി. അമ്മ. അപ്പൊ ഈ നിലവിലുള്ള നാട്ടാനകളെ കാട്ടിൽ കയറ്റുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അതുമല്ല. അപ്പൊ അതുങ്ങൾക്ക് പോയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇനിയെങ്കിലും അടുത്തൊരു ജനറേഷനിൽ പെടുന്ന പിന്നെ ഈ പാവങ്ങളെ പിടിച്ച് പിന്നെ കുറച്ച് കൊണ്ട് മുന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും പിന്നെ കാട്ടിൽ ആനകളെ പിടിച്ച് പിന്നെ പന്തിയിലിട്ട് മെരുക്കി അങ്ങനെ കൊണ്ടുവരുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരം വലിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നൊക്കെ. അന്നൊക്കെ അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് അതിനപ്പുറത്തുള്ള സാധനങ്ങളും പിന്നെ. ഈവൻ ഡ്രോണും പിന്നെ ഹെലികോപ്റ്റർ വരെ പിന്നെ. സാധനങ്ങളുണ്ട്. അപ്പം അതിന്റെ ആവശ്യം ഇപ്പൊ പറയാനില്ല. അത് വെച്ചിട്ട് എല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് ഈ നമ്മളെ പ്രകൃതിക്ക് വേണ്ടിയിട്ടുള്ള ലെവലിൽ ചിന്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട ടൈം തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ആനന്റെ കേസിൽ ഇപ്പം പിന്നെ. കുറച്ചായിട്ട് ഇനിയിപ്പോ ചൂട് കൂടുകയാണ്. ഇനിയും ഉത്സവങ്ങളുണ്ട്. ഉത്സവങ്ങൾ തീർന്നിട്ടൊന്നുമില്ല. ഇതിപ്പം ഫെബ്രുവരി മാർച്ച് ആവുന്നുള്ളൂ. മാർച്ചായി, ഇന്നിപ്പോ മാർച്ചായി. ഇനിയിപ്പോ ഏപ്രിലൊക്കെ കടുത്ത ചൂടാണ്. അപ്പോഴും ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയും അനർത്ഥങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കാണാനുണ്ട്. ഉണ്ടാവാണ്ടിരിക്കട്ടെ. നമ്മളിപ്പോഴെങ്കിലും എന്താ പറയാ ഉണർന്ന് ചിന്തിക്കുക. ഇതിനെ അങ്ങനത്തെ ക്രൂരത ലാസ്റ്റ് ഈ ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ദേവിയുടെ കോപം അല്ലാതെ എന്താ പറയാ, അങ്ങനെ ആക്കി തീർക്കേണ്ടി വരും. പിന്നെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ജീവി കൂടിയാണ്. Elephants are very, very aggressive. ഭയങ്കര അഗ്രസീവാണ്. സൈസ് കാട്ടുള്ള ആന ഭയങ്കര അത്യധികം അപകടകരമായ ഒരു ആനിമലാണ്. എപ്പോഴെങ്കിലും ഫേസ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനൊരിക്കൽ കഴിഞ്ഞ ഡിസംബറിൽ ഇവന്റ് ബന്ദിപ്പൂർ ഇപ്പൊ നൈറ്റിൽ തിരിച്ചു വരാം. അപ്പൊ ഞാനിതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് വായിച്ചു പഠിച്ചിട്ടൊന്നുമില്ല. നമ്മൾക്ക് ഈ വീഡിയോ കണ്ടിട്ടും കുറെ കണ്ടന്റ് അങ്ങനെ ചെറുതായിട്ടൊക്കെ വായിച്ചിട്ടുള്ള അറിവുകളുള്ളൂ. അപ്പൊ എനിക്കറിയാം ആന റോട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം നമ്മളതിനെ കാണുന്ന സ്പോട്ടിൽ നിർത്തുക. ഇപ്പൊ രാത്രിയാണെന്നുണ്ടെങ്കിൽ ഡിം ബ്രൈറ്റ് അടിക്കാണ്ടിരിക്കുക, ഹോൺ അടിക്കാണ്ടിരിക്കുക, പ്രൊവോക്ക് ചെയ്യാണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. വെയിറ്റ് ചെയ്യാന്ന് പറയാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അടുത്ത കുറച്ച് എത്തിയപ്പോഴാണ് ആനയെ കണ്ടത്. ഒരു 3-4 ആന ഉണ്ടായിരുന്നു. ഒരു ഹമ്പ് ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് വണ്ടി ഹമ്പ് കയറിയപ്പോ അതിന്റെ ലൈറ്റ് മുകളിലേക്കും താഴേക്കും അനങ്ങി. ഇത് കണ്ടപ്പോ ഒരു ആനയ്ക്ക് എന്തോ പന്തികേട് തോന്നി. അപ്പൊ ഞാൻ റോഡിന് നടുക്ക്, വേറൊരു വണ്ടിയില്ല. അതെങ്ങനെ ഹമ്പ് കയറി ഇറങ്ങിയത് ഇത് തിരിഞ്ഞ് നേരെ വന്നു. കുറച്ച് എന്നിട്ട് വേഗം റൈറ്റ് സൈഡ് പിടിച്ചത് ഓടിങ്ങി വന്നു. റൈറ്റ് സൈഡ് പിടിച്ചിട്ട് വേഗം ചവിട്ടി പോയി. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു ആനിമൽ കൂടിയാണ്. ഞാൻ കുറെ ആൾക്കാർ അബദ്ധങ്ങൾ കാണിക്കാം. നമ്മളെ കഴിഞ്ഞ എനിക്ക് ഒരുപാട് സൈറ്റിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ എന്റെ കുറെ മുന്നല്ലേ, ഒരു 20 വർഷം മുന്നേക്കുള്ള ഒരു ഇൻസിഡന്റ് മാത്രം പറയാം. കാരണം അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ ശേഷമൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഇതൊക്കെയാണ്. അന്നെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായമാണല്ലോ. അപ്പൊ നമ്മൾ ഗുണ്ടിൽപേട്ട ഇങ്ങനെ വരുമ്പോൾ അന്ന് ഇങ്ങനെ ക്യാമറയോ എത്ര ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ കാറിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ആണിനെ കാണണേ എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു ആണിനെ ദൂരത്തുനിന്ന് കണ്ടു, നിർത്തി, നമ്മൾ ഇറങ്ങി. അന്നൊന്നും അത്ര വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. എന്നിട്ട് ആ പ്രായമുള്ള നമ്മളെ കൂട്ടത്തിലുള്ളവരെന്ന് പറഞ്ഞാൽ അത്രയും പൊട്ടിത്തെറിച്ച ആളുകളോ. അപ്പൊ അവര് നിന്നിട്ട് ആനനെ പ്രൊവോക്ക് ചെയ്യുക. എന്റെ വണ്ടി ആയിരുന്നു. എന്റെ വണ്ടിയിൽ ഒരാള് ഡ്രൈവ് ചെയ്യാൻ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ആന ചാർജ് ആവുന്നത്. ഈ ആന ചാർജ് ആയിട്ട് അത്രയും ദൂരത്തിലുള്ള ഒരു സാധനം നമ്മൾ വണ്ടി കയറാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. തൊട്ടടുത്ത് ആരുടെയൊക്കെയോ ഭാഗ്യം കഴിച്ചിലായി വന്ന്. പക്ഷെ അതിന്റെ ശേഷം ആനനെ പിന്നെ അതിനനുസരിച്ച് പക്ഷെ അതിനനുസരിച്ച്, കാരണം ഇപ്പൊ മെച്ചൂർഡായി, അന്നൊക്കെ ആ സമയമായിരുന്നു. പക്ഷെ ഒരിക്കലും നമ്മൾ ആനനെ പ്രൊവോക്ക് ചെയ്യാനോ ആനനെ കണ്ടാലോ നിർത്താനോ കാര്യങ്ങൾക്കോ ഒന്നും. ഒരു ഫോറസ്റ്റിന്റെ ഓരോ റൂട്ടിൽ എന്താണോ റൂൾസില് അത് തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച് പോവാ. നിർത്താണ്ടിരിക്കുക, പ്രൊവോക്ക് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ കാട്ടിൽ കൂടെ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും. നമ്മൾ അതിനെ
ഒരു നിയമം. ഒരു 60 മീറ്റർ അത്ര സേഫ് ഡിസ്റ്റൻസ് ആണ് ആന എടുത്ത്. ഉം. ഓക്കെ, അത് വണ്ടിയിലായാലും നടന്നു പോകുമ്പോഴാണെങ്കിൽ നടന്നും നമുക്ക് ഒരിക്കലും ആനയെ ഔട്ട് റൺ ചെയ്യാൻ പറ്റില്ല. ഉം. ആന നമുക്ക് കൂടി എന്തായാലും പിടിക്കും. പിന്നെന്താ പിന്നെ പിടിക്കുന്ന വെച്ചാൽ പിടിക്കുന്നതാണ്. പിന്നെന്താ ചെരുവില്ല സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആന ഊർന്നിറങ്ങുന്നത്. അപ്പൊ നമ്മൾ ആണെന്നുണ്ടെങ്കിൽ ആനന്റെ സ്പീഡ് 50-ലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 45 കിലോമീറ്റർ ഓടാൻ പറ്റും. ഓടാൻ പറ്റും അതിന്. ആ 4 കാലം വെച്ചിട്ട് അത്രയും സ്പീഡിൽ ആന സ്പീഡിൽ നടക്കുകയോ ഓടില്ല. അങ്ങനെ 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 ഒന്ന് ഒരു ഫുട്ബോളിന്റെ പോലത്തിലൊരു ഇങ്ങനെ ആവും, ചുരുങ്ങിയിട്ട് അങ്ങോട്ട് സ്പീഡാവുക. അപ്പൊ ശ്രദ്ധിക്കുക, കാട്ടിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഇതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ക്യൂരിയോസിറ്റി ഭയങ്കരമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ആനെ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ നിർത്താം. ഇപ്പോഴും ചിലപ്പോൾ ഫോട്ടോ എടുക്കും ദൂരെയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ആ ഒരു കോഷൻ ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്. ഒരു വൈൽഡ് ആന വേണം. എപ്പോഴും അതിന്റെ മൈൻഡ് മാറണം. പിന്നെ പിന്നെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. അപ്പൊ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക കാട്ടിൽ പോകുമ്പോൾ. ആന നമ്മൾ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു മൃഗങ്ങൾക്കും വണ്ടി ഇരിക്കുന്ന ആളൊന്നും ചെയ്യാൻ കഴിയില്ല. ഈവൻ വൈറ്റ് ടൈഗേഴ്സ് ഇത് അങ്ങനെയല്ല, എടുത്ത് മറിച്ചിടുക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പൊ വളരെ വളരെ ശ്രദ്ധിക്കുക കാട്ടിൽ പോകുമ്പോൾ. പിന്നെ നാട്ടാനകള് അത് ഇനി പീഡനം നിർത്തുക. അത് നിങ്ങള് അടുത്തൊരു തലമുറയിലുള്ള ആനകളെ കൊണ്ടുവന്നിട്ട് വീണ്ടും പീഡിപ്പിക്കാണ്ടിരിക്കുക. നിങ്ങൾ ജീവിച്ചു പോട്ടെ, നമ്മുടെ ജീവൻ തന്നെ ആവത്ത്. പിന്നെന്താ നമ്മളെ ബാക്കിയുള്ള സൊസൈറ്റിക്ക് നൈസ് ഈവനിങ് അല്ലേ?